ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. അറിവിൻ്റെ മഹാമാരി പെയ്തിറങ്ങുന്ന എക്സോഡിയൻ നെജൂഫസിൻ്റെ വർണ്ണപ്പ് കിട്ടാർന്ന ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ഒരു സംഭവ ചരിത്ര കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മിഅ്റാജിൻ്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് വല്ലാത്തൊരു മണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവപ്പെട്ടത്. ആശ്ചര്യപൂണ്ട ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാമോട് ചോദിച്ചു, ഓ ജിബ്രീലെ, എവിടെ നിന്നാണ് ഈ മണം അടിച്ചു വീശുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതാ ഖബറിൽ നിന്നാണ്. ആശ്ചര്യം വിട്ടുമാറാത്ത ഹബീബിന്റെ അടുത്ത ചോദ്യം, ഖബറോ? ഏത് പ്രവാചകന്റെ ഖബറാണത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പ്രവാചകന്റെ ഖബറൊന്നുമല്ല, അതൊരു അടിമപ്പെണ്ണിന്റെയും അവളുടെ 3 മക്കളുടെയും ഖബറാണ്. അടിമപ്പെണ്ണിന്റെ ഖബറോ? ഇത്ര മകുന്നതയില്ലാത്താൻ അവർ എന്ത് നല്ല കാര്യമാണ് ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം കഥ വിവരിച്ചു കൊടുത്തു. കൂട്ടുകാരെ, ഇനിയാണ് എൻ്റെ കഥ തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിക്കുന്ന ധിക്കാരിയും അഹങ്കാരിയുമായ ഫിറഔനിൻ്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, പേര് മാഷിദ. മാഷിദ ബീവി ആരോരും അറിയാതെ മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം മാഷിദ ബീവി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏ മാഷിദ, നീ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക. അങ്ങനെ ഇരിക്കെ മാഷിദ ബീവി തൻ്റെ മകളുടെ മുടി ചെയ്യാനായി ചീർപ്പെടുത്തപ്പോൾ ബിസ്മി ചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ധിക്കാരിയായ ഫിറഔനിന്റെ കാതിലുമെത്തിയ ആ ബിസ്മി തൻ്റെ കൊട്ടാരത്തിൽ വെറും അടിമപ്പെണ്ണായി താമസിച്ചിരുന്നവൾ ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ഫിറഔനി രക്തം തിളച്ചു. അരിശം പൂണ്ട ഫിറഔൻ മാഷിദ ബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏ മാഷിദ, നീ ഇതിൽ നിന്നും എത്രയും പെട്ടെന്ന് പിന്മാറണം. ഞാനാണ് റബ്ബ്, ഏറ്റവും വലിയ റബ്ബ്. പക്ഷേ മനസ്സിൽ ഈമാനുള്ള മാഷിദ ബീവി പിന്തിരിഞ്ഞില്ല. അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നറിഞ്ഞ ഫിറഔൻ കൂട്ടരും ഒരു തീരുമാനത്തിലെത്തി, അവരെ കൊന്നുകളയുക. അതിനായി വലിയൊരു തീകുണ്ടം പണിതു. അതിൽ തീ കൊളുത്തി അതിൽ ഒരു വലിയ ചട്ടിയിൽ എണ്ണ തിളപ്പിച്ചു. എന്നിട്ട് മാഷിദ ബീവിയെയും തൻ്റെ 3 മക്കളെയും അതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ധിക്കാരിയായ ഫിറഔൻ പറഞ്ഞു, ഏ മാഷിദ, ഇത് നിനക്കുള്ളതല്ല, നിന്റെ 3 മക്കൾക്കുള്ളതാണ്. എന്തു പറയുന്നു നീ? വിശ്വസിച്ച ഇസ്ലാമിൽ നിന്നും പിന്നോട്ട് പോകുന്നു? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ എന്നെ കഷ്ടിച്ച് തുണ്ടമാക്കിയാലും കത്തിച്ച് കരിച്ച് ചാമ്പലാക്കിയാലും ഞാൻ വിശ്വസിച്ച ഇസ്ലാമിൽ നിന്നും പിന്നോട്ടില്ല. അങ്ങനെ അവർ മൂത്ത മകളെ ചട്ടിക്കരികിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും ചോദിച്ചു, പിന്മാറുന്നുണ്ടോ മാഷിദ നീ വിശ്വസിച്ച ഇസ്ലാമിൽ നിന്നും? യാ അല്ലാഹ്, എന്തൊരു ഭയാനത! ഏത് മാധുര്യത്തിനാണ് ഇത് താങ്ങാൻ കഴിയുക? ഇല്ല, ലോകത്തുള്ള ഒരു ഉമ്മക്കും ഇത് താങ്ങാൻ കഴിയുകയില്ല. പക്ഷേ മാഷിദ ബീവി പിന്തിരിഞ്ഞില്ല. ഓടിച്ചെന്ന് തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോളെ, പോയിക്കോളൂ അല്ലാഹുവിൻ്റെ രാജസന്നിധിയിലേക്ക്. സ്വർഗീയ ആരാമത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അങ്ങനെ അവർ മാഷിദ ബീവിയുടെ മൂത്ത മകളെ കരിച്ചു കളഞ്ഞു. മാഷിദ ബീവിയുടെ മുന്നിൽ വെച്ച് തന്നെ അവർ 2ാമത്തെ കുഞ്ഞിനെയും കരിച്ചു കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അടുത്തതായി വെറും 8 മാസം മാത്രം പ്രായമുള്ള തൻ്റെ പിഞ്ചു മകളെയാണ് കരിച്ചു കളയാൻ പോകുന്നത്. താലോലിച്ച് താരാട്ട് പാടിയിട്ട് കൊതി തീർന്നിട്ടില്ല, കവിളിൽ മുത്ത കൊടുത്തിട്ട് ആശ തീർന്നിട്ടില്ല. അങ്ങനെയുള്ള മകളെയാണ് അടുത്തതായി കരിച്ചു കളയാൻ പോകുന്നത്. മാഷിദ ബീവി വാവിട്ട് കരയുകയാണ്. അത് കണ്ട ഫിറഔനും കൂട്ടരും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേതാ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. തിളക്കുന്ന എണ്ണയുടെ അടുത്ത് നിന്ന് തന്റെ പിഞ്ചു മകൾ വിളിച്ചു പറയുന്നു, ഉമ്മ, കരയല്ലുമ്മ, വിഷമിക്കല്ലുമ്മ, നാം സ്വീകരിച്ചത് ഇസ്ലാമല്ലേ? സ്വർഗീയ ആരാമത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. തൻ്റെ പിഞ്ചുമകളുടെ ആശ്ചര്യത്തോടെയുള്ള വാക്കുകൾ കേട്ട മാഷിദ ബീവി ഓടിച്ചെന്ന് തൻ്റെ മകളെ വാരിപ്പുണർന്ന് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, അഹദ് അഹദ് അല്ലാഹു അഹദ്. അങ്ങനെ അവർ മാഷിദ ബീവിയുടെ പിഞ്ചു കുഞ്ഞിനെയും കരിച്ചു കളഞ്ഞു. തൻ്റെ 3 മക്കളെ നഷ്ടപ്പെട്ട മാഷിദ ബീവിയോട് ധിക്കാരിയായ ഫിറഔനിന്റെ അവസാനത്തെ ചോദ്യം, മാഷിദ, അടുത്തതായി നീയാണ് ചട്ടിക്കിരയാകാൻ പോകുന്നത്. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? മാഷിദ ബീവി പറഞ്ഞു, നിങ്ങൾ എന്നെ കരിച്ചതിന് ശേഷം ഖബറടക്കുമ്പോൾ എൻ്റെ കരിച്ചു കളഞ്ഞ 3 മക്കളെയും ആ ഖബറിൽ തന്നെയാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ അവർ മാഷിദ ബീവിയെയും കരിച്ചു കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖബറടക്കിയപ്പോൾ മാഷിദ ബീവി പറഞ്ഞതുപോലെ തൻ്റെ
തൻ്റെ 3 മക്കളെയും ആ ഖബറിൽ തന്നെയാണ് അടക്കിയത്. ആ ഖബറാണ് നബിയെ ഈ ഖബർ. ഈ പ്രവൃത്തിയാണ് അവരെ ഇത്ര മഹോന്നതിയിൽ എത്തിച്ചത്. ലോകാവസാനം വരെ ഈ ഖബറിൽ നിന്നും പരിമളം അടിച്ചു വീശും നബിയെ. ഈ കഥ കേട്ട എല്ലാ കൂട്ടുകാരും ചിന്തിക്കണം, അവർ എത്രമാത്രമാണ് ഇസ്ലാമിനെ മുറുകെ പിടിച്ചതെന്ന്, എത്രമാത്രമാണ് ഇസ്ലാമിനെ വില കൽപ്പിച്ചതെന്ന്. അള്ളാഹു തആല നമുക്കും അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശുഭം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.